ഇപ്പോൾ സ്വന്തം നാട്ടിൽ അതായത് കോഴിക്കോട് സ്വസ്ഥമായുള്ള ജീവിതം നയിക്കുകയാണ് ഗോപിക. ഗോപിക എന്നാണ് തിരിച്ചു വരുന്നതെന്നും സീരിയലിലേക്ക് ഗോപിക തിരിച്ചു വരാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. സീരിയൽ തിരക്ക് കാരണം തന്നെ നാട്ടിൽ അധികമൊന്നും വന്നു നിൽക്കാൻ സാധിക്കാത്ത ഗോപിക ഇപ്പോൾ വിവാഹശേഷം ജിപിയോടൊപ്പം തന്നെ എത്തി കൂട്ടുകാരോടൊപ്പവും കസിൻസിനോടൊപ്പവും ബന്ധുക്കളോടൊപ്പവും വീട്ടുകാരോടൊപ്പവും ഒക്കെ ആഘോഷിക്കുകയാണ്. വളരെയധികം ശാന്തസ്വരൂപിണിയായ ഒരു വ്യക്തിയാണ് ഗോപിക. അമ്പലവാസി എന്ന് തന്നെ പറയാം. എപ്പോഴും അമ്പലത്തിൽ പോകാനും അവിടെയുള്ള ശാന്തത കൈവരിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി കൂടിയാണ്. ഇപ്പോൾ അതിരാവിലെ തന്നെ GPM കൂട്ടി കോഴിക്കോട്ടെ തൻ്റെ പ്രധാന അമ്പലത്തിലെത്തിയിരിക്കുകയാണ് ഗോപിക. ഒപ്പം ആരാണ് കൂടെയുള്ളത്, GP മാത്രമാണോ എന്നും മറ്റുള്ളവരെ കൂട്ടിയില്ല എന്നൊക്കെ നിരവധി പേരാണ് കുശലം ചോദിച്ച് എത്തുന്നത്. എന്നാൽ കൃഷ്ണന്റെ ക്ഷേത്രത്തിലാണ് ഗോപിക പോയതെന്നാണ് പ്രേക്ഷകരെല്ലാവരും കണ്ടെത്തിയിരിക്കുന്നത്. കയ്യിൽ ഒരു ഇലയിൽ നിറയെ മഞ്ചാടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഗോപിക. അതിന്റെ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നതും. അമ്പലത്തിൽ നിന്ന് എടുത്തതാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത്. അപ്പോൾ ഏതോ കൃഷ്ണന്റെ അമ്പലമായിരിക്കുമല്ലോ എന്നും കൃഷ്ണനെ ഗോപിക കാണാനെത്തിയതാണെന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നുണ്ട്. കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളാണ് ഗോപിക. അതുകൊണ്ട് തന്നെ അതിരാവിലെ കൃഷ്ണനെ കാണാൻ ഗോപിക എത്തിയ വിശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു. കയ്യിൽ മഞ്ചാടിക്കുരുവായി നിൽക്കുന്ന ഗോപികയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏതോ കൃഷ്ണന്റെ അമ്പലത്തിൽ ഗോപിക എത്തിയെന്നും കൃഷ്ണനെ കാണാനാണ് ഗോപികയ്ക്ക് ഏറ്റവും ഇഷ്ടമെന്നും ഗോപികയുടെ ഇഷ്ടഭഗവാനാണ് കൃഷ്ണൻ എന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നുണ്ട്. എന്തായാലും GPയും ഗോപികയും രാവിലെ തന്നെ അമ്പലത്തിലെത്തിയത് വളരെയധികം നന്നായി എന്ന് പറയാം. രണ്ടുപേർക്കും അമ്പലത്തിലൊക്കെ വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അമ്പല ദർശനം മറക്കാറില്ല. ഇപ്പോൾ കോഴിക്കോട് എത്തിയത് കൊണ്ട് തന്നെ നേർച്ചയുണ്ടായിരുന്ന ഓരോ അമ്പലത്തിലേക്കും എത്തുകയാണ് ഗോപിക GPയും കൊണ്ട്. നല്ലൊരു കുടുംബജീവിതം കിട്ടാനായി ഗോപിക നേർന്നിടത്തൊക്കെ തന്നെയും GPയുമായി എത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയുടെ ചിത്രം ഏറ്റെടുത്തിരിക്കുന്നത്. ഗോപിക തന്നെയാണ് രാവിലെ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. നിങ്ങൾ എവിടെയാണ് പോയതെന്നും ഈ ക്ഷേത്രത്തിലാണ് പോയതെന്നും കോഴിക്കോട് നിവാസികൾ കുറേ പേർ ചോദിക്കുന്നുണ്ട്. ഗോപിക കോഴിക്കോടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കാണാമായിരുന്നു എന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്ത് എത്തുന്നുണ്ട്. എന്നാൽ താരം ഇപ്പോഴും കോഴിക്കോട് തന്നെയാണ് എന്നാണ് ഇത്തരം സ്റ്റോറികളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി എപ്പോഴാണ് തിരിച്ച് ചീപ്പിച്ചാൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നും പട്ടാമ്പിയിലേക്ക് എന്ന് മടങ്ങിയെത്തുമെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നു. സാന്ത്വനം തീർന്ന സ്ഥിതിക്ക് ഇനി ഗോപിക അടുത്ത ഏതോ സീരിയലിലേക്കാകും എത്തുക, ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്, ഗോപിക അതിവേഗം വരണേ എന്നൊക്കെ നിരവധി പേർ കമന്റുമായി എത്തുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഗോപികയും GPയും വളരെയധികം പ്രിയങ്കരായി മാറിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഗോപിയോടുള്ള ഇഷ്ടമാണ് ഇപ്പോൾ GPയിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. GPയോടുള്ള ഇഷ്ടം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഗോപികയുടെ അക്കൗണ്ടിലൂടെയാണ് കാണിക്കുന്നത്. ഗോപികയ്ക്ക് നിരവധി ഫാൻസ് പേജുകളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാണെങ്കിലും ഗോപികയ്ക്കുള്ള ഫാൻസ് പേജുകളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങളും പ്രേക്ഷകർ അറിയുന്നത്. ഗോപികയുടെ ഫാൻസ് പേജുകൾ നിരവധി ആയതുകൊണ്ട് തന്നെ ഓരോന്നിലും വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അറിയാനും സാധിക്കുന്നു. ഇപ്പോൾ അവർ ഒരാളെയും കൂടി ഏറ്റെടുത്തു. GPയുടെ വിശേഷങ്ങളും ഇപ്പോൾ ഗോപികയുടെ ഫാൻസ് പേജിലൂടെയാണ് പ്രേക്ഷകർ അറിയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.